നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും പ്രതിസന്ധിയിൽ. നിലവിലെ സർക്കുലർ പിൻവലിക്കും വരെ അനിശ്ചിതകാല സമരമെന്ന അസോസിയേഷൻ. അതിർത്തി കടന്ന് പരിശീലനാർത്ഥികൾ. റുബീനയ്ക്കിനി സ്വന്തം വീടിന്റെ സുരക്ഷിതത്വത്തിൽ അന്തിയുറങ്ങാം. തണലിടം ഒരുക്കിയത് പ്രവാസി വ്യവസായി ഖാലിദ് ബ. വാടക കുടിശ്ശികയായതിനെ തുടർന്ന് ഇറക്കിവിട്ട റുബീന ഇത്ര നാൾ സങ്കടക്കാഴ്ചയായിരുന്നു. അരളിച്ചെടി വിഷമോ? ആശങ്കയിൽ നഴ്സറികളും പുഷ്പസ്നേഹികളും. വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. നിത്യഹരിത അരളികൾ വിപണിയിൽ വാടിത്തുടങ്ങി. വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിസന്ധിയിൽ. ടെസ്റ്റ് ബഹിഷ്കരിച്ച് സ്കൂളുകൾ. ട്രാക്കിൽ കിടന്ന് പ്രതിഷേധം നടത്തി. അനിശ്ചിതകാല സമരമെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ട്രാക്കിൽ കിടന്ന് ഉടമകളും നടത്തിപ്പുകാരും പ്രതിഷേധം അറിയിച്ചു. നിലവിലിറങ്ങിയ സർക്കുലറിലെ അപാകതകൾ പരിഹരിച്ച് പുതിയ ഉത്തരവ് പുറത്തിറക്കണമെന്നതാണ് സമരക്കാരുടെ ആവശ്യം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ടെസ്റ്റ് മുടങ്ങിയതോടെ ആളുകൾ അതിർത്തി കടന്ന് കർണാടകത്തിലേക്ക് പോവുകയാണ് ഡ്രൈവിംഗ് ലൈസൻസ് തരപ്പെടുത്താൻ. മംഗലാപുരത്ത് സാങ്കേതിക പ്രശ്നങ്ങൾ ഇല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുമെന്നതാണ് ആവശ്യക്കാർ കേരളത്തിന് പുറത്തേക്ക് പോകാൻ കാരണം. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ സർക്കുലറിന് ഹൈക്കോടതിയും പച്ചക്കൊടി കാട്ടിയതോടെ ഉത്തരവ് നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലാണ് വകുപ്പ്. ഇതിനിടെ CITU സമരത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാനും CPM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവുമായ വാഴയിൽ ശശി നിര്യാതനായി. കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രാവിലെ 9-ന് തലശ്ശേരി നഗരസഭാ ഓഫീസിലും തുടർന്ന് CPM ഏരിയ കമ്മിറ്റി ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. രാവിലെ 10 മണിക്ക് CPM ഏരിയ കമ്മിറ്റി ഓഫീസിലും ഉച്ചയ്ക്ക് 1 മണിക്ക് നഗരസഭാ ഓഫീസ് പരിസരത്തും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം വൈകിട്ട് നിദ്രാ തീരത്ത് നടന്നു. തുടർന്ന് അനുശോചന യോഗവും ചേർന്നു. 2 മണി മുതൽ 4 മണി വരെ തലശ്ശേരി നഗരസഭാ പരിധിയിൽ ഹർത്താൽ ആചരിച്ചു. സപ്തസാര കൾച്ചറൽ മിഷന്റെ വാർഷികാഘോഷം അമൃതോത്സവം 2024-നോടനുബന്ധിച്ച് കലാ, സാഹിത്യം, സാംസ്കാരിക രംഗങ്ങളിലുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ അമൃതവർഷിണി പുരസ്കാരത്തിന് പ്രശസ്ത പുല്ലാങ്കുഴൽ വിദ്വാനായ C. പവിത്രൻ മാസ്റ്റർ അർഹനായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 25,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മെയ് 9-ന് വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ G. വേണുഗോപാൽ പവിത്രൻ മാസ്റ്റർക്ക് ഉപഹാരം സമർപ്പിക്കും. അമൃതകലാക്ഷേത്രയുടെ പ്രഥമ പുരസ്കാരം, സപ്തസാര കൾച്ചറൽ മിഷൻ്റെ ആദ്യമായിട്ടുള്ള പുരസ്കാരം പത്മശ്രീ കൈതപ്രത്തിനായിരുന്നു. രണ്ടാമത് കലാമണ്ഡലം ലീലാമൺ ടീച്ചർക്ക്. അതുപോലെ മൂന്നാമത് പാരീസ് ലക്ഷ്മി, നർത്തകിയായിട്ടുള്ള പാരീസ് ലക്ഷ്മിക്കായിരുന്നു. നാലാമത് കഴിഞ്ഞ വർഷത്തെ പുരസ്കാരം ശ്രീകുമാരൻ തമ്മിക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ അഞ്ചാമത് ഈ പ്രാവശ്യം നിശ്ചയിക്കുന്നത് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള പുല്ലാങ്കുഴൽ വിദ്വാനായിട്ടുള്ള പവിത്രൻ മാസ്റ്റർക്കാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കുറേ സുദീർഘമായിട്ടുള്ള കാലഘട്ടത്തിൽ പവിത്രൻ മാസ്റ്റർ ഒരു 10-20 വർഷം വരെ എല്ലാ വേദികളിലും പിന്നെ പ്രമുഖരായിട്ടുള്ള നർത്തകിമാർ ശോഭന അതുപോലുള്ള മഞ്ജു വാര്യർക്കൊക്കെ സ്ഥിരം പുല്ലാങ്കുഴൽ വായിക്കുന്നതായിരുന്നു. അതുപോലെ നിരവധി കച്ചേരികൾ നടത്തിയിരുന്നു പവിത്രൻ മാഷ്. അപ്പോൾ ഇപ്പോഴ് കുറച്ചൊരു പ്രായാധിക്യം കൊണ്ട് അധികം സജീവമല്ല. അതുകൊണ്ട് തന്നെ ഈ തലമുറ പവിത്രൻ മാഷെ കുറിച്ചിട്ട് അധികം ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പവിത്രൻ മാഷ സ്വദേശം തലശ്ശേരി തിരുവങ്ങാടാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് ഈ പ്രാവശ്യം സമർപ്പിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സപ്തസാര കൾച്ചറൽ മിഷൻ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ചില കാര്യങ്ങൾ നമ്മുടെ പിന്നെ ഈ മിഷൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള സുനിൽ മാങ്ങാട്ടിലും പങ്കെടുക്കും.
തുടർന്നു നടക്കുന്ന സംഗീത നൃത്തശില്പത്തിൽ കലാമണ്ഡലം ലീലാമണി ടീച്ചർ, കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, പയ്യന്നൂർ കൃഷ്ണൻ മാസ്റ്റർ, AV മജ്ലേഷ്, നർത്തകി GG രാജേഷ്, കലാതിലകം ശ്രീഗംഗ തുടങ്ങിയ നിരവധി സംഗീത നൃത്ത കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ അമൃത കലാക്ഷേത്ര സപ്തസാര കൾച്ചറൽ മിഷൻ ഡയറക്ടർ ബ്രഹ്മശ്രീ രാജേഷ് തന്ത്രികൾ, ഉപാധ്യക്ഷൻ A സജീവൻ, ജനറൽ സെക്രട്ടറി ജീജ പവിത്രൻ, പ്രിൻസിപ്പൽ GG രാജേഷ് എന്നിവർ പങ്കെടുത്തു. ഇന്ന് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU 67 സ്ഥാപക ദിനം. ആഘോഷങ്ങളുടെ ഭാഗമായി ഹാജി റോഡിൽ ചുമട്ടുതൊഴിലാളി വിശ്രമ കേന്ദ്രത്തിന് സമീപം പ്രസിഡന്റ് PP മുഹമ്മദ് പതാക ഉയർത്തി. TK നൌഫൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് PP നാസർ, PP റഹൂഫ്, K മുസമ്മിൽ, B റിയാസ്, KP അഷ്റഫ്, KM റഷീദ്, KP ഷമീം, MK റാഫി, KP സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും പ്രതിസന്ധിയിൽ. നിലവിലെ സർക്കുലർ പിൻവലിക്കും വരെ അനിശ്ചിതകാല സമരമെന്ന അസോസിയേഷൻ. അതിർത്തി കടന്ന് പരിശീലനാർത്ഥികൾ. റുബീനയ്ക്കിനി സ്വന്തം വീടിന്റെ സുരക്ഷിതത്വത്തിൽ അന്തിയുറങ്ങാം. തണലിടം ഒരുക്കിയത് പ്രവാസി വ്യവസായി ഖാലിദ് ബ. വാടക കുടിശ്ശികയായതിനെ തുടർന്ന് ഇറക്കിവിട്ട റുബീന ഇത്രനാൾ സങ്കടക്കാഴ്ചയായിരുന്നു. അരളിച്ചെടി വിഷമോ? ആശങ്കയിൽ നഴ്സറികളും പുഷ്പസ്നേഹികളും. വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. നിത്യഹരിത അരളികൾ വിപണിയിൽ വാടിത്തുടങ്ങി. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. വല്ലത്ത് റുബീനിയും കുടുംബവും ഇനി സ്വന്തം വീട്ടിൽ താമസിക്കും. മൈൻഡ് ബോഡി സോൾ ഖാലിബ എന്ന സംഘടന ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിലെ തലവിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. എല്ലാ കർമ്മതലങ്ങളെയും അവർ സ്പർശിച്ചുകൂടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു കൂട്ടിച്ചേർക്കൽ ആവശ്യമേ ഇല്ല. ഇവിടെ കണ്ണൂർക്കരയിൽ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെട്ട റുബീനിയാണ് നിങ്ങളുടെ ഈ സ്നേഹമുസലമായ പരിലാളനത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. വാടക കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഇറക്കി വിട്ട ഒരു കുടുംബം. ആ കുടുംബത്തെ ദുഃഖം വാക്കുകൾ രേഖപ്പെടുത്താൻ കഴിയില്ല. അവർക്കാണ് ഇവിടെ കാണുന്ന
മനോഹരമായ ഒരു വീട് നിർമ്മിച്ച് അതിൻ്റെ താക്കോൽദാന കർമ്മമാണ് നമ്മൾ നടത്തുന്നത്. നിങ്ങളിവരുടെയും അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഈ മഹിതമായ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം താക്കോൽദാന കർമ്മയുടെ പ്രതീകമായ താക്കോൽ ഇവിടെ. വാടക കുടിശ്ശികയായതിനെ തുടർന്ന് വീട്ടുടമ കോടതി വിധിയുടെ ബലത്തിൽ പോലീസ് അകമ്പടിയോടെ എത്തി റുബീനെയും കുടുംബത്തെയും കണ്ണൂർ താണക്കടുത്തുള്ള കണ്ണൂക്കരയിലെ വാടക വീട്ടിൽ നിന്നും ഇറക്കിവിട്ടിരുന്നു. കണ്ണൂർ താണയിൽ നിന്നുള്ള പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഖാലിദ് ബാ ആണ് വീടും സ്ഥലവും സ്പോൺസർ ചെയ്തത്. ഖാലിദ് ബാ ഇത്തരത്തിൽ 50 വീടുകളാണ് നിർമ്മിച്ചു നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഖാലിദ് ബാ ഈ കിറ്റ് കൊടുക്കാൻ തുടങ്ങിയതിന് മുതൽ അദ്ദേഹം വളരെ നമ്മളെപ്പോലെ തന്നെ, നമ്മളെല്ലാം സുഹൃത്താണ്, നാട്ടിൽ നമ്മളെപ്പോലെ തന്നെ ജീവിച്ച ഒരാളാണ്. അദ്ദേഹം ഗൾഫിൽ ഈ രീതിയിൽ കൊടുക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വികസനത്തിന്, കച്ചവടത്തിന് വികസനം വരാൻ തുടങ്ങി. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റിലാണ്. പിന്നീട് മലയാള മനോരമയിലേക്ക് അദ്ദേഹത്തിന്റെ ഫാമിലി ഹിസ്റ്ററിയൊക്കെ വന്നു കഴിഞ്ഞു. മാൻഡിസ റിയൽ എസ്റ്റേറ്റ് ദുബൈയിൽ തിളങ്ങുകയാണ്. അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ നെയ്യത്ത് വെച്ചിട്ട്, ഒരു വീടെടുക്കുമ്പോഴേ ആ വീട് അർഹതപ്പെട്ട ആൾക്ക് കിട്ടണം എന്നുള്ള നെയ്യത്ത് ആ ഒരു ബിസിനസ് കൊണ്ട് ഇറങ്ങും. ആ ബിസിനസ് ക്ലിക്കാവും. അങ്ങനെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആരുടെ സംഭാവന വാങ്ങിച്ചിട്ടോ പബ്ലിക്കിൽ നിന്നൊരു സംഭാവന പിരിപ്പിച്ചിട്ടോ അങ്ങനെ ചെയ്ത് അദ്ദേഹം പറയുന്നത്, ഞാൻ ചെയ്യുന്ന എന്റെ വരുമാനത്തിൽ നിന്നാണ്, ഇതേപോലെ മറ്റുള്ളവരും ചെയ്യണം എന്നുള്ളൊരു ദൗത്യമാണ് അദ്ദേഹത്തിന് എല്ലാവർക്കും കൊടുക്കാനുള്ളത്. അതിൽ 6ാമത്തെ വീടിന്റെ താക്കോൽ ദാനമാണ് ഇപ്പോൾ നടന്നത്. ചിമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തക മണ്ടൂക്ക് ഗിരിജയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. മൈൻഡ് ബോഡി സോൾ ജനറൽ സെക്രട്ടറി ചിറക്കൽ ബുഷറ മുഖ്യപ്രഭാഷണം നടത്തി. അനൂപ് തവര, കെ സുരേഷൻ, ഷൈമ, APM മായൻ, ഷംസുദ്ദീൻ മൂരിൻ്റകത്ത്, MK മോഹനൻ, KV അനീഷ്യൻ, PR രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കസാനക്കോട്ട കൾച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒരു ആളുകൾക്ക് കാഴ്ച പറയുന്ന ഒരു സംവിധാനം, നമുക്കറിയാം കുടിവെള്ള ക്ഷാമമാണ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. വലിയ മെട്രോ നഗരങ്ങളിൽ പോലും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളത് അവരുടെ ഹോട്ടലിൽ റൂമോ നമുക്ക് കിട്ടുന്നില്ല, അതായത് വെള്ളം ഇല്ല എന്നുള്ളതാണ്. ചില ഹോട്ടലുകളിലൊന്നും വെള്ളമില്ല എന്നുള്ളത് നമുക്ക് റൂം കിട്ടുന്നില്ല. അപ്പം അങ്ങനെ പ്രയാസപ്പെടും. വലിയ മെട്രോ നഗരമായിട്ട് പോലും പണത്തിൻ്റെ കുറവുണ്ടായിട്ടൊന്നുമല്ല. തദ്ദേശ സ്ഥാപനം അവരുടെ കോർപ്പറേഷനൊക്കെ ഒരു വർഷത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ 2000-2500 കോടിയൊക്കെയാണ്. അതൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു കുടിവെള്ള സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. കുടിവെള്ളം ലഭ്യമല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവിടെ ബാംഗ്ലൂർ പോലത്തെ സിറ്റി പറയുമ്പോൾ അവിടെ കടലും അതുപോലെ കുറവാണ് എന്നത് തന്നെ വലിയ പ്രയാസം നേരിടുന്നു. അപ്പോൾ ഇവിടെ ആയാലും അത് തന്നെയാണ്. നമുക്ക് തീരദേശ മേഖലയൊക്കെ ആയാലും നമുക്ക് കുടിക്കാനുള്ള വെള്ളം നമുക്ക് കിട്ടാൻ വളരെ പ്രയാസം തരും. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ശക്തകരമായ പ്രധാനം കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ വെള്ളത്തിൻ്റെ പ്രാധാന്യം, കുടിവെള്ളത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ആ സമയത്താണ് ഒരു മഹത്തായ കാര്യം. കാഴ്ച വരുന്നവർക്ക് അല്പം ആശ്വാസം എന്ന രീതിയിലും ഇവിടെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ കുടിവെള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. ഏതായാലും ഈ കർമ്മത്തെ നേരിട്ടും ഇത്തവണ്ണം പ്രശംസിച്ചുകൊണ്ട്, ഏതായാലും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും നിർവഹിച്ചതായി അറിയിച്ചു. കസാനക്കോട്ട ദേശോദ്ധാരണ സംഘം സെക്രട്ടറി MP റഫീഖ് അധ്യക്ഷത വഹിച്ചു. ഹാഷിം കക്കറക്കൽ, ചെയർമാൻ CT ഷാക്കിർ, കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ C സീനത്തെ, കൗൺസിലർ ഷമീമ ഇസ്ലാഹിയ, MP ഗസാലി, KM ഫസൽ, നൌഷാദ് കക്കറക്കൽ, K സയീഫ് തുടങ്ങിയവർ സംസാരിച്ചു. കയറളം കാരോന്നേൻ തറവാട് ഊർപ്പഴശ്ശി വേട്ടക്കുരുമകൻ പുതിയകോട്ടം ക്ഷേത്രത്തിലെ 3 ദിവസത്തെ കളിയാട്ട മഹോത്സവം സമാപിച്ചു. കളിയാട്ടത്തിന്റെ ഭാഗമായി മാടവന ഇല്ലത്ത് നാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. തിങ്കളാഴ്ച പുലർച്ചെ ഊർപ്പഴശ്ശി വേട്ടക്കുരുമകൻ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. തുടർന്ന് തെക്കൻ കരിയാത്തൻ കെട്ടിയാടി. മത്സ്യാവതാരമായ തെക്കൻ കരിയാത്തന്റെ പരീക്ഷണ ഘട്ടങ്ങളാണ് താളത്തിനൊപ്പം കോലം വർണ്ണിക്കുന്നതും കെട്ടിയാടുന്നതും. വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. ഭക്തർക്ക് അന്നദാനവും ഉണ്ടായിരുന്നു.
പിണറായി പെരുമ സർഗവസന്തം മെയ് 8 മുതൽ 21 വരെ നടക്കും. പിണറായി കൺവെൻഷൻ സെന്ററിലും പ്രത്യേകം സജ്ജമാക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സീനിയർ ആർട്ടിസ്റ്റ് മധുപാൽ കൺവെൻഷൻ സെന്ററിന് സമീപം കൊടിയുയർത്തുന്നതോടെ സർഗവസന്തത്തിന് തിരിതെളിയും. നമ്മുടെ സമൂഹത്തിൽ വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുന്നൊരു ഘട്ടത്തിൽ കുടുംബസമേതം എല്ലാവർക്കും ഒത്തുചേരാൻ ഒരിടം സാംസ്കാരിക രംഗത്ത് ഒരുക്കുക എന്ന നിലയിലാണ് ഈ രൂപത്തിൽ പിണറായി പെരുമ ആരംഭിച്ചത്. അത് മാതൃകയാക്കിക്കൊണ്ട് കേരളത്തിലെ 20ഓളം മണ്ഡലങ്ങളിൽ അവിടുത്തെ MLA-മാർ തളിപ്പറമ്പിൽ ഹാപ്പിനെസ് ഫസ്റ്റ് പോലെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പരിപാടികൾ ഇതിനു ശേഷം ആരംഭിച്ചിട്ടുണ്ട്. പിണറായി പെരുമ കേരള പെരുമയായിട്ട് വളർന്നു വരികയാണ്. ശ്രദ്ധേയരായിട്ടുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകമറിയപ്പെടുന്നവരുമായ കലാകാരന്മാർ പിണറായി എന്ന ഗ്രാമത്തിലേക്ക് എത്തുകയും കണ്ണൂർ ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയുമെല്ലാം ആളുകൾക്ക് വൈവിധ്യങ്ങളാർന്ന കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനുമുള്ള ഒരവസരമായിട്ടാണ് പിണറായി പെരുമ മാറിയിട്ടുള്ളത്. ഈ വർഷത്തെ പിണറായി പെരുമ സാധാരണ നിലയിൽ എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ 14 വരെയാണ് പിണറായി പെരുമ സംഘടിപ്പിക്കാറ്. ഈ വർഷം തെരഞ്ഞെടുപ്പായതുകൊണ്ട് മെയ് 8 മുതൽ 21 വരെയുള്ള 14 ദിവസങ്ങളിലാണ് ഈ വർഷത്തെ പിണറായി പെരുമ നടത്തുന്നത്. 8-ാം തീയതി പെരുമയുടെ കൊടിയേറ്റം സിനിമാ താരവും സംവിധായകനുമൊക്കെ ആയിട്ടുള്ള എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീ മധുപാലാണ് നിർവഹിക്കുന്നത്. സർഗവസന്തത്തിന്റെ പര്യായമായി മാറിയ പിണറായി പെരുമ ഈ വർഷത്തെ കൊടിയേറ്റം മെയ് 8 നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിലൂടെയാണ് അറിയിച്ചത്. പിണറായി കൺവെൻഷൻ സെന്ററിലും പ്രത്യേകം സജ്ജമാക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിലും നടക്കുന്ന കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. മെയ് 8 മുതൽ 14 വരെ നാടകോത്സവം, കവിയരങ്ങ്, പ്രഭാഷണം എന്നിവയും 15 മുതൽ 21 വരെ പ്രശസ്ത സെലിബ്രിറ്റികളുടെ മെഗാ പരിപാടികളുമാണ് സംഘടിപ്പിക്കുക. പ്രസിദ്ധ കലാസംഘാടകനും സംവിധായകനുമായ സൂര്യ കൃഷ്ണമൂർത്തിയാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ. മെയ് 8 വൈകുന്നേരം 6 മണിക്ക് അറിയപ്പെടുന്ന സിനി ആർട്ടിസ്റ്റ് മധുപാൽ കൺവെൻഷൻ സെന്ററിന് സമീപം കൊടി ഉയർത്തുന്നതോടെയാണ് സർഗവസന്തത്തിന് തിരിതെളിയുക. മെയ് 21 വൈകുന്നേരം 7:30 നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. മെയ് 15 മുതൽ 21 വരെ മ്യൂസിക്, ഡാൻസ്, വിശ്വപ്രശസ്ത സംഗീതജ്ഞൻ പത്മവിഭൂഷൺ അംജദ് അലി ഖാൻ സരോദ് വായന എന്നിവയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പി പ്രദീപൻ, വൈസ് ചെയർമാൻ PM അഖിൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ UK ബാലകൃഷ്ണൻ, മീഡിയ കമ്മിറ്റി കൺവീനർ A നിഖിൽ കുമാർ, ട്രഷറർ V ജനാർദ്ദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആശങ്ക പരക്കുന്നതിനിടെ നഴ്സറികളിൽ അരളിച്ചെടി വിൽപ്പനയും കുറഞ്ഞു. കാണാൻ ഭംഗിയും ഏത് സീസണിലും പുഷ്പിച്ചു നിൽക്കുന്നതും കാരണം അരളിച്ചെടിയോട് പുഷ്പസ്നേഹികൾക്കെല്ലാം വലിയ അടുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ നഴ്സറികളിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ചെടികളിൽ ഒന്ന് അരളിച്ചെടിയായിരുന്നു. എന്നാൽ ഇത് എല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. നഴ്സറികളിലെത്തുന്നവർ ആശങ്കയോടും ഭീതിയോടും കൂടിയാണ് അരളിച്ചെടിയെ സമീപിക്കുന്നത്. ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിനി സൂര്യയുടെ മരണം അരളിപ്പൂവ് കടിച്ചതാണെന്ന തരത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും വാർത്തകൾ പ്രചരിച്ചതോടെയാണ് അരളിയോട് അനിഷ്ടവും തുടങ്ങിയത്. നഴ്സറികളിൽ എത്തുന്നവർ ചെടിയെക്കുറിച്ച് ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ടെന്നും ചിലർ നഴ്സറികളിൽ നിന്നും അതൊഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെന്നും കണ്ണൂർ നഗരത്തിലെ സ്റ്റേഡിയം കോർണറിൽ വർഷങ്ങളായി കച്ചവടം നടത്തുന്ന നഴ്സറി ജീവനക്കാരൻ സൈനുദ്ദീൻ പറഞ്ഞു. ഇല്ല, കച്ചവടത്തിന് എതിരിട്ട് ബാധിച്ചിട്ടില്ല. അള്ളിച്ചെടി തന്നെ പഴയ കാലത്ത് തന്നെ അള്ളിച്ചെടി വിഷമുള്ള ചെടി എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ പഴയ കാലത്ത് ഇത് ചട്ടിയിലാരും വളർത്തലില്ല, പറമ്പിലേ വളർത്തലുള്ളൂ. ഇപ്പോൾ ഹൈബ്രിഡ് വന്നതിന് ശേഷം ചട്ടിയിലാണ് വളർത്തുന്നത്. പിന്നെ കടിച്ചു കഴിഞ്ഞ് നമ്മൾ തിന്നു കഴിഞ്ഞാൽ ഒരുവിധം ചെടികളൊക്കെ വിഷമായിട്ട് മാറും. പച്ചക്ക് ഏകദേശം ഒരുവിധം ചെടികളൊക്കെ വിഷം, എന്തെങ്കിലും വിഷം, ചെറിയ ചെറിയ വിഷങ്ങൾ എന്തിനുണ്ടാവും. ഇല്ല, ചെടി വാങ്ങുന്നവർ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ ഇത് വാർത്ത കേട്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഓരോരുത്തർ പിന്നെ വിഷമാണ്, അങ്ങനെയാണ് വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആവശ്യക്കാർ വാങ്ങുന്നുണ്ട്. ഇതുപോലെ വിഷമുള്ള ഒരു പിന്നെ വിഷം ഉണ്ടെന്ന് പറഞ്ഞ ചെടിയാണ്, അതിനെ തെളിയിക്കപ്പെട്ടിട്ടൊന്നും നമ്മളറിയില്ല.
പിന്നെ യൂഫോർബിയ മുള്ളുള്ള ചെടി, അത് ഇതേപോലെ തന്നെ അതിൻ്റെ കറ തട്ടി കഴിഞ്ഞാൽ പോയിസനാണ്, ക്യാൻസർ വരുന്നുണ്ട്, അതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ചെടി ഇപ്പോൾ അങ്ങനെ നിലവിൽ കാണുന്നില്ല എവിടെയും. അല്ലെ, ചെടീൻ്റെ പ്രേമികൾ ചെടി ഉണ്ടാക്കുന്നുണ്ട്, അതിപ്പോഴും വെക്കുന്നുണ്ട്. ഔട്ടാവുമെന്ന് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ എത്തിയിട്ടില്ലേ ഉള്ളൂ. സൂര്യയുടെ മരണത്തിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഫലം വന്നാൽ മാത്രമേ നിജസ്ഥിതി വ്യക്തമാവുകയുള്ളൂ. എന്നാൽ ഫലം വരുന്നതിന് മുന്നേ അരളിയെക്കുറിച്ച് ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഏറുന്നത്. ഇതാണ് ചെടിയോട് അനിഷ്ടമുണ്ടാവാൻ കാരണം. അരളിപ്പൂവിൽ നിന്നുള്ള വിഷം ഹൃദയത്തെ ബാധിച്ചതാകാം മരണത്തിനിടയാക്കിയതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന. ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫലം വന്നാലേ കൃത്യവിവരങ്ങൾ അറിയാനാവൂ. നിത്യഹരിത സസ്യമായ അരളിക്ക് എല്ലാത്തരം കാലാവസ്ഥയിലും വളരാൻ ശേഷിയുണ്ട്. മഞ്ഞ, ചുവപ്പ്, വെളുപ്പ് നിറത്തിലുള്ള പുഷ്പങ്ങൾ അരളിച്ചെടികളിൽ കണ്ടുവരുന്നുണ്ട്. അരളിച്ചെടി അലങ്കാരത്തിനും ക്ഷേത്രങ്ങളിൽ അരളിപ്പൂക്കൾ പൂജയ്ക്കും വ്യാപകമായി ഉപയോഗിക്കുന്നുമുണ്ട്. അതിർത്തി സ്പോർട്സ് ക്ലബ്ബ് 80ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ പാലോട്ടുവയൽ RK-UP സ്കൂളിൽ നടന്നു. KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കണ്ണൂർ ടൗൺ SI ബിജു അഴീക്കോട്, മുൻ ക്ലബ്ബ് അംഗവും നാടകകൃത്തുമായ രാജൻ അഴീക്കോട്, പാലോട്ടുവയൽ RK-UP സ്കൂൾ മാനേജർ മൈഥിലി ഗോവിന്ദൻ, CDFA വൈസ് പ്രസിഡന്റ് ഇളയത്ത് ജാഫർ എന്നിവരെ ആദരിച്ചു. രാത്രി 8 മണിക്ക് സംഗീത വിരുന്നും നടന്നു. ക്ലാസ് മുറികളിലെ പഠനത്തോടൊപ്പം സമൂഹത്തെയും ജീവിതത്തെയും പഠിപ്പിക്കുക എന്നതാണ് ഓരോ ക്ലബ്ബുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് KV സുമേഷ് MLA പറഞ്ഞു. ക്ലാസ് മുറിയിൽ നടക്കുന്ന പഠനത്തോടൊപ്പം സമൂഹത്തെയും ജീവിതത്തെയും പഠിപ്പിക്കുക എന്നതാണ് ക്ലബ്ബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ജീവിതം എന്നത് സാഹസികമായ ഒരു യാത്രയാണ്. ഉത്തരവാദിത്തത്തോടെ മാത്രം നാം നിർവഹിക്കേണ്ട ഒന്നാണ്. എനിക്കോ നിങ്ങൾക്കോ തോന്നുന്നതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. അത് വളരെ അവധാനതയോടെയും സൂക്ഷ്മതയോടെയാണ് ഒരു പൗരൻ, ഒരു വ്യക്തി, ഒരു ഭരണാധികാരി, ഒരു ജനപ്രതിനിധി, ആ നാടിന്റെ ഭാഗമായിട്ടുള്ളവരെല്ലാം ജീവിതത്തെ സമീപിക്കുകയും അതിനെ നിർവഹിക്കുകയും ചെയ്യുന്നത്. എവിടെയാണോ അവിടെ കോട്ടം വരുന്നത്, അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും നാട്ടിലെ പ്രതിഭകളായിട്ടുള്ള യുവാക്കളെയും നാടിന്റെ ഭാഗമായിട്ട് വരുന്നവരെയെല്ലാം ആ അർത്ഥത്തിലുള്ള അവരിൽ അങ്ങനൊരു സ്വഭാവ രീതിയും പെരുമാറ്റ രീതിയും ഉണ്ടാക്കിയെടുക്കുക ക്ലബ്ബുകളുടെ വളരെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ആ ചുമതലയാണ് ഇവിടെ കഴിഞ്ഞ 80 വർഷക്കാലമായി ഈ നാട്ടിലെ എല്ലാ വിഭാഗം യുവതിയുവാക്കളെയും അവരിൽ കായികമായും മറ്റു എല്ലാമുള്ള അഭിരുചികളെ വളർത്തിയെടുക്കാൻ അതിർത്തി സ്പോർട്സ് ക്ലബ്ബ് നിർവഹിക്കുന്ന വിലമതിക്കാനാവാത്ത സേവനത്തെ 80 വർഷക്കാലമെന്ന ദീർഘമേറിയ കാലയളവിനെ ആദരപൂർവ്വം അവർക്കെല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയുകയാണ്. നാട്ടിൻപുറങ്ങളിലെ പൗരനെ വാർത്തെടുക്കുക എന്ന ഉത്തരവാദിത്വവും ക്ലബ്ബുകൾക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. T. അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. PT ഭരതൻ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രുതി, വളപട്ടണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഷമീമ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അജീഷ്, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ P. ജിഷ, ലോക കേരള സഭാംഗം സുബൈർ കണ്ണൂർ, K. ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ആദരിക്കൽ ചടങ്ങ് നടന്നു. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ SI ബിജു അഴീക്കോട്, മുൻകാല ക്ലബ്ബ് അംഗം നാടകകൃത്ത് രാജൻ അഴീക്കോട്, പാലോട്ടുവയൽ RK-UP സ്കൂൾ മാനേജർ മൈഥിലി ഗോവിന്ദൻ, CDFA വൈസ് പ്രസിഡന്റ് ഇളയടത്ത് ജോഹർ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. തുടർന്ന് മധുമൂറും മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളാൽ മലയാളികളുടെ മനം കവർന്ന പാട്ടുകാർ മർഹൂം എരഞ്ഞോളി മൂസക്കിയുടെയും പീർ മുഹമ്മദിന്റെയും മക്കളായ നസീർ എരഞ്ഞോളി, നിസാം പീർ മുഹമ്മദ്, വളപട്ടണത്തിന്റെ സ്വന്തം പാട്ടുകാരി കണ്ണൂർ സീനത്ത്, പട്ടുറുമാൽ ഫെയിം ഫാദിയ എന്നിവരെ അണിനിരത്തിക്കൊണ്ട് കോഴിക്കോട് ചോയ്സ് ഓർക്കസ്ട്രയുടെ സംഗീത വിരുന്നും നടന്നു. ശാന്തിഗിരി ആശ്രമത്തിലെ നവയോലി ജ്യോതിർദിനം സർവമംഗള സുദിനമായി ആഘോഷിച്ചു. 72 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളാണ് നവയോലി ജ്യോതിർദിനത്തോടനുബന്ധിച്ച് നടന്നത്. 1999 മെയ് 6-നാണ് ശാന്തിഗിരി ആശ്രമം സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരു ആദ്യ സങ്കല്പത്തിൽ ലയിച്ചത്. ഗുരു ആദ്യ സങ്കല്പത്തിൽ ലയിച്ച ദിനമാണ് എല്ലാവരും നവയോലി ജ്യോതിർദിനമായി ആഘോഷിക്കുന്നത്. 25ാമത് നവയോലി ജ്യോതിർദിനമാണ് ഈ വർഷം നടന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ, വെള്ളി 87 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും പ്രതിസന്ധിയിൽ. നിലവിലെ സർക്കുലർ പിൻവലിക്കും വരെ അനിശ്ചിതകാല സമരമെന്ന അസോസിയേഷൻ. അതിർത്തി കടന്ന് പരിശീലനാർത്ഥികൾ. റുബീനയ്ക്കിനി സ്വന്തം വീടിന്റെ സുരക്ഷിതത്വത്തിൽ അന്തിയുറങ്ങാം. തണലിടം ഒരുക്കിയത് പ്രവാസി വ്യവസായി ഖാലിദ് ബ. വാടക കുടിശ്ശികയായതിനെ തുടർന്ന് ഇറക്കിവിട്ട റുബീന ഇത്രനാൾ സങ്കടക്കാഴ്ചയായിരുന്നു. അരളിച്ചെടി വിഷമോ? ആശങ്കയിൽ നഴ്സറികളും പുഷ്പസ്നേഹികളും. വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. നിത്യഹരിത അരളികൾ വിപണിയിൽ വാടിത്തുടങ്ങി. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.